ഇമോഷണൽ ഇന്റലിജൻസ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ആദ്യത്തെ ടിപ്പ്. ആസ് ഹ്യൂമൻ ബീയിങ്സ് നമുക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാവും അല്ലെ. പോസിറ്റീവ് ഇമോഷൻസും ഉണ്ടാവും, നെഗറ്റീവ് ഇമോഷൻസും ഉണ്ടാവും. പോസിറ്റീവ് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ആർക്കും തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഇൻഹിബിഷൻസും ഇല്ല. പക്ഷേ നെഗറ്റീവ് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ആസ് പേരൻസ് നമുക്ക് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ നെയിം ചെയ്യാനും അക്നോളജ് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ്. നമ്മളത് ചെയ്യുന്നത് വഴി ഈ ഒരു നെഗറ്റീവ് ഇമോഷൻസിന്റെ പുറത്തുള്ള കോൺവെർസേഷൻസിനെ നമുക്ക് നോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ എന്നുള്ളത് മാത്രമാണ് പ്രധാനം. അത് 5 വയസ്സുകാരനോട് നമ്മൾ സംസാരിക്കുന്നത് പോലെയല്ല 10 വയസ്സുകാരനോട് സംസാരിക്കുന്നത്. ആൻഡ് ഓൾവേസ് കീപ് ഇറ്റ് സിമ്പിൾ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ്, അതിപ്പോൾ ആങ്കർ ആയാലും ഫ്രസ്ട്രേഷൻ ആയാലും സാഡ്നെസ് ആയാലും ലോൺലിനെസ് ആയാലും എന്തിനെ പറ്റിയും നമുക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിന്റെ പുറത്തുള്ള ഒരു